ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജാതീയമായ വിവേചനം ഉണ്ടില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ സംഭവം ശരിയാണെങ്കിൽ അവരെ പറഞ്ഞ് വീട്ടിൽ വിടണമെന്ന് എനിക്ക് അഭിപ്രായമുള്ളത്. മനസ്സിലായി? ഈ സംഭവം ശരിയാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ യോഗ്യരല്ല ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയോ പുരുഷനോ എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആരാണെങ്കിലും അവരെ പറഞ്ഞ് വീട്ടിൽ വിടണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ കേസ് എന്താ, ഈ മരണം നടന്നിട്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരും തന്നെ അവിടെ ചെന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ചില മാധ്യമങ്ങളുടെ വൃത്തിയോട് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും കുട്ടിയോടൊപ്പമാണ്. ഇന്നലെ ഗോവിന്ദ മാഷൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൻ്റെ പുറത്ത് കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ്. അഞ്ചരക്കണ്ടി കോളേജിനൊക്കെ അന്വേഷണം വേണമെന്നാണ്, പോലീസ് നടപടി എടുക്കണമെന്നാണ്, കർശനമായ നടപടി എടുക്കണമെന്നാണ്. ഇതൊക്കെ പറയുമ്പോഴും ഏഷ്യാനെറ്റ് അടക്കം നിരവധി മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമില്ല, അതിൻ്റെ കുഴപ്പമില്ലെന്ന്. ഇത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. ഈ യൂട്യൂബേഴ്സും ഏഷ്യാനെറ്റടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിചാരിക്കണം. കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് എന്തിനും ജാതീയമായ മതപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്.